എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. യിരെമ്യാ പ്രവാചകനെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഒത്തുചേരുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 ബൈബിൾ ക്ലാസ്സുകളിലായിട്ട് യിരെമ്യാവ് എന്ന പ്രവാചകൻ്റെ ആ യുവ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംഗ്രഹം നാം കാണാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ വിശാലമായി പഠിക്കുവാൻ ആവശ്യമുള്ള ഒരു വിലപ്പെട്ട ജീവിതമാണ് അദ്ദേഹത്തിൻ്റേതെങ്കിലും നമുക്കതിന് നിവൃത്തിയില്ല. വളരെ പരിമിതമായ സ്ഥിതിയിൽ നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു യിരെമ്യാവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട്. അദ്ദേഹം ജനനം കൊണ്ട് പുരോഹിതനായി തീരുവാനുള്ള എല്ലാ യോഗ്യതയും ലഭിച്ച ആളാണ്. പുരോഹിത പരിശീലനം അദ്ദേഹം നേടിയിരുന്നു. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന 20-ാമത്തെ വയസ്സിൽ ദൈവം അദ്ദേഹത്തെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തോട് അറിയിക്കുന്നു. യിരെമ്യാവ് ഒടുവിൽ ദൈവത്തിൻ്റെ വാക്കിന് വില കൽപ്പിച്ച് ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കുവാൻ തയ്യാറായി. ഇതാണ് നാം കണ്ടത്. അങ്ങനെ ദൈവം അരുളി ചെയ്ത വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ യിരെമ്യാവ് തയ്യാറായി രംഗത്ത് വന്നപ്പോൾ തൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന യഹൂദ ജാതി എങ്ങനെയാണ് ആ മനുഷ്യനോട് പെരുമാറിയത് എന്ന കാര്യം ആരും നിറഞ്ഞ കണ്ണോടെ മാത്രമേ വായിച്ചു തീർക്കുകയുള്ളൂ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകവും നിറയെ യിരെമ്യാവിൻ്റെ കണ്ണുനീർ നമ്മൾ കാണുന്നതിൻ്റെ പിന്നിൽ താൻ അനുഭവിച്ച ഒട്ടനവധി കണ്ണുനീരിൻ്റെ കഥ തനിക്ക് പറയാനായിട്ടുണ്ട്. താൻ വിരുന്നു വീട്ടിൽ പോകാതെയും വിലാപഭവനത്തിൽ പോകാതെയും ജീവിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. താൻ അതുപോലെ അനുസരിച്ചു. വിവാഹം കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു. താൻ അതിന് ഒട്ടും എതിര് പറയാതെ അത് സമ്മതിച്ചു. കൂട്ടുകാരുടെ കൂടെ ചേർന്ന് കളിക്കരുത്, തനിച്ചിരിക്കേണ്ടി വരിക എന്ന് ദൈവം പറഞ്ഞു. യിരെമ്യാവ് അത് അനുസരിച്ചു. അപമാനവും അപവാദവും ഭീഷണിയും യിരെമ്യാവ് സഹിക്കേണ്ടി വന്നു. അന്നത്തെ പുരോഹിതൻ്റെ അടി തനിക്ക് കൊള്ളേണ്ടി വന്നു. ദേവാലയത്തിൽ വെച്ച് ശാരീരികമായ പീഡയും മാനസികമായ പീഡയും അനുഭവിക്കുകയും ഏകാന്തതയും ഒറ്റപ്പെടലും നിരന്തരം അനുഭവിച്ചുകൊണ്ട് സർവ്വദേശത്തിനും കലഹക്കാരനായി വിവാദക്കാരനായി അനേകരുടെ ഏഷണി കേട്ട് സഹിച്ച് ജീവിക്കേണ്ടി വന്നു. നാവുകൊണ്ട് കൊല്ലുന്ന സഹോദരവർഗത്തിൻ്റെ മധ്യത്തിലാണ് താൻ കഴിഞ്ഞിരുന്നത് എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ 23 വർഷം ഇടതടവില്ലാതെ യഹൂദ ജാതി എന്ന ദൈവജനത്തോട് താൻ അറിയിച്ചിട്ടും അവരിൽ ആരും ഈ വചനം ശ്രദ്ധിക്കുകയോ ദൈവത്തെങ്കിലേക്ക് തിരികെയോ ചെയ്തില്ല എന്ന കാര്യം വളരെ ദുഃഖത്തോടെ നാം ഓർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു യിരെമ്യാവിന് ഉണ്ടായിരുന്നത് എന്ന് നാം അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം ഇത്രയും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ എങ്ങനെ ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും, എങ്ങനെ ഇതനുസരിക്കാൻ കഴിയും, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് യഹൂദന്മാർക്ക് സംശയമില്ലാതെ വണ്ണം അവർ പറഞ്ഞു, യഹോവയുടെ ഭാരം നിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞ് പ്രവാചകനെയും ദൈവത്തെയും അപമാനിക്കുമ്പോൾ യിരെമ്യാവ് തെളിയിക്കുകയാണ്, അല്ല, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാവുന്നതാണ്, അനുസരിക്കാൻ കഴിയുന്നതാണ് അവൻ കൽപ്പിക്കുക. അങ്ങനെ യിരെമ്യാവ് തൻ്റെ ജീവിതം വില കൊടുത്തുകൊണ്ട് താൻ ശുശ്രൂഷകൾ തുടരുകയാണ്. എന്തുകൊണ്ട് യിരെമ്യാവിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, വിജയിക്കാൻ സാധിച്ചു, ദൈവഗതപ്രകാരമുള്ള ഒരു ശുശ്രൂഷകനായി തുടരാൻ കഴിഞ്ഞു? തൻ്റെ ശുശ്രൂഷയെ മുടക്കുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന സഹോദരവർഗത്തിൻ്റെ മധ്യത്തിൽ എങ്ങനെ തനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു? ഏതൊരാളെയും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. യിരെമ്യാവിൻ്റെ ജീവിതം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. ഇത്രയും വലിയ കഠിന ശോധനയുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ആത്മീക അന്ധകാരത്തിൻ്റെ നടുവിൽ എങ്ങനെ ദൈവം അരുളി ചെയ്തതുപോലെ ദൈവത്തിൻ്റെ പ്രസാദകരമായ വിധത്തിൽ ഒരു ശുശ്രൂഷകനായിരിക്കുവാൻ യിരെമ്യാവിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് കുറുക്കു വഴികളൊന്നും യിരെമ്യാവിനുണ്ടായിരുന്നില്ല. നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെ നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് തെറ്റാവരമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ എല്ലാ ബലഹീനതയുമുള്ള, എല്ലാ വിചാരഗതികളുമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് കരയുവാൻ നമ്മളെപ്പോലെ തന്നെ ആവശ്യം വന്നു. അദ്ദേഹം എത്രയോ ദുഃഖകരമായിട്ട് ജീവിക്കേണ്ടി വന്നു. പക്ഷെങ്കിലും കർത്താവ് തന്നെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യത്തിൽ നണുവിട പുറകോട്ട് വ്യതിചലിച്ചില്ല.
താൻ ദൈവം പറഞ്ഞതുപോലെ തന്നെ ധൈര്യമായി പാദങ്ങൾ മുന്നോട്ട് വെച്ചു. തൻ്റെ ശുശ്രൂഷകൾ അഭംഗരം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ ഫലകരമായി തുടരുവാൻ കഴിഞ്ഞു. ഇത്രയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ യെരമ്യാവിനൊരു മാതൃകാ ശുശ്രൂഷകനായി ജീവിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ മറുപടിയാണ് നാം ഇന്ന് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് യിരെമ്യാവിൻ്റെ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. യെരമ്യാവിന് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് യെരമ്യാവ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. 15-16 യെരമ്യാവിൻ്റെ പ്രവചനം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. യെരമ്യാവ് പറയുക, നിന്റെ വചനങ്ങൾ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെനിക്ക് ആനന്ദവും എൻ്റെ ഹൃദയത്തിന് സന്തോഷവുമായി തീർന്നു. യെരമ്യാവും ദൈവവചനവും തമ്മിലുള്ള നിസ്തുല്യമായ ബന്ധമാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്. എങ്ങനെ യെരമ്യാവിന് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിനുള്ള മറുപടിയാണ് യെരമ്യാവ് പറയുന്നത്. ഞാൻ കളിക്കാരുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ടില്ല, ഞാൻ വിരുന്ന് വീട്ടിൽ പോയില്ല, ആനന്ദിക്കാൻ ഞാൻ സമയം മാറ്റിവെച്ചില്ല, ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ആനന്ദവും സന്തോഷവും അനുഭവിച്ചു കൊണ്ടിരുന്നു. അതെങ്ങനെ സാധിച്ചു? യെരമ്യാവ് പറയുകയാണ്, ദൈവവചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് ആനന്ദമായി തീർന്നു. യെരമ്യാവിന് ജീവവായു പോലെയായിരുന്നു ദൈവവചനം. ആ ആത്മീക ഭക്ഷണമാണ് അവൻ്റെ ആത്മീക ആരോഗ്യത്തിൻ്റെ രഹസ്യമായി നാം കാണുന്നത്. ദൈവവചനത്തോടുള്ള യെരമ്യാവിൻ്റെ ബന്ധം എത്ര വലുതായിരുന്നുവോ അത്രയ്ക്കും ആത്മീക ശക്തനായി യെരമ്യാവ് മാറുകയായിരുന്നു. ആത്മീകമായി മല്ലന്മാരാകുവാൻ, ആത്മീകമായി വിജയകരമായി ജീവിക്കുവാൻ എളുപ്പവഴികൾ ആർക്കുമില്ല, കുറുക്കു വഴികൾ ആർക്കുമില്ല. എല്ലാവർക്കും ഒരു മാർഗമേ ബൈബിൾ കാണിച്ചു തരുന്നുള്ളൂ. യെരമ്യാവ് എങ്ങനെ വിജയകരമായി ജീവിച്ചോ, ഫലകരമായി ജീവിച്ചോ, മറ്റ് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എങ്ങനെ വിജയകരമായി ജീവിച്ചുവോ, 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ എതിർപ്പുകളുടെ മധ്യത്തിൽ എങ്ങനെ ജയകരമായി ജീവിച്ചുവോ, അതിനെല്ലാം ഒറ്റ മറുപടിയുള്ളൂ. ദൈവവചനത്തോടുള്ള അവരുടെ ബന്ധം എത്ര ദൃഢമായിരുന്നുവോ അതനുസരിച്ച് അവർ ശക്തന്മാരാവുകയും എതിരാളികളെ ഭയപ്പെടാതെ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവർ ജയകരമായി ജീവിക്കുകയും ചെയ്തു. ഈ നൂറ്റാണ്ടിൽ നാം ജീവിക്കുന്ന ഇക്കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ ഗതി, വചനത്തോടുള്ള ബന്ധം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവവചനത്താൽ വീണ്ടും ജനിച്ച ആളുകൾ ദൈവവചനത്താലാണ് ജീവിക്കേണ്ടത് എന്ന വചനസത്യം മറന്നവരെ പോലെ പെരുമാറുന്നു. വചനത്തോടുള്ള ബന്ധം വേണ്ടതുപോലെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതിരിക്കുന്നു. അതിനൊരു അവസാനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിൻ്റെ സ്വാധീനത എത്ര വലുതാണെന്നുള്ളതാണ്. ദൈവവചനത്തോടൊരു വിശ്വാസിക്ക് എത്ര വലിയ ബന്ധമുണ്ടായിരിക്കണമെന്നാണ്. ദൈവവചനവും ദൈവജനവും തമ്മിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാതെ പോയാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ചേർത്ത് വയ്ക്കേണ്ട ഒരു ചരിത്ര വസ്തുതയുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യെരമ്യാവ് ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആശ്ചര്യകരമായ വിധത്തിൽ നമുക്ക് ആ വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 2 ദിനവൃത്താന്തം 34-14-15 വാക്യങ്ങൾ. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ശാഫാന്റെ കയ്യിൽ കൊടുത്തു. ഇത് യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിലെ സംഭവമാണ്. ഏറിയ കാലമായി യഹൂദ ജാതിക്ക് എഴുതപ്പെട്ട ദൈവവചനം നഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് മനശ്ശെ എന്ന നീചനായ രാജാവിൻ്റെ 55 വർഷത്തെ ഭരണകാലത്തോ തൻ്റെ മകനായ ആമോൻ്റെ 2 വർഷത്തെ ഭരണകാലത്തോ ഈ വചനമുണ്ടായിരുന്നില്ല. യോശിയാവ് 18 വർഷമായി ഇപ്പോൾ ഭരണം തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 75 വർഷമായി ന്യായപ്രമാണം വേണ്ട വിധത്തിൽ യഹൂദ ജനത്തിന് ലഭിക്കുന്നില്ല. മോശയുടെ ന്യായപ്രമാണം നമ്മൾ വായിച്ചാൽ ഒരു മനുഷ്യൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടാൽ
അവൻ രാജാസനത്തിലിരുന്ന് ഭരണം നടത്തുമ്പോൾ ന്യായപ്രമാണത്തോടുള്ള അവൻ്റെ ബന്ധം എന്തായിരിക്കണമെന്ന് കൃത്യമായി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ന്യായപ്രമാണം എഴുതി വാങ്ങി സൂക്ഷിക്കുകയും അത് ദൈനംദിനം വായിച്ച് രാജ്യഭരണം നടത്തുകയും ചെയ്യണമെന്ന് ദൈവം കൃത്യമായി കൽപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ പറയുന്ന പ്രമാണമൊന്നും ഈ രാജാക്കന്മാർക്ക് ബാധകമല്ലാതായി. ഒരു പക്ഷേ ഭാഗികമായ ചില ഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകുമോ, നമുക്ക് നിശ്ചയം പോരാ. ഏതായാലും ഇപ്പോൾ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കാണുന്നില്ല. ന്യായപ്രമാണ പുസ്തകം ആരും അന്വേഷിച്ചില്ല, അതെവിടെയും കണ്ടുകിട്ടുന്നില്ല. എന്ത് സംഭവിച്ചു? അന്ന് ഈ ന്യായപ്രമാണ പുസ്തകം നാം അറിയുന്നത് പോലെ ഒരു പക്ഷേ തോൽ ചുരുളുകളായിട്ടോ അതല്ല പാപ്രിസിൻ്റെ ചെടിയുടെ തോല് ചതച്ചോ ഒക്കെ ആയിരിക്കുമല്ലോ അന്ന് എഴുതിയിട്ടുണ്ടാവുക. ഏതായാലും ഈ എഴുതിയ ചുരുളുകൾ ഇപ്പോൾ കാണുന്നില്ല, ആരും അന്വേഷിച്ചില്ല, അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നുമില്ല. അത് എന്നോ ദൈവാലയത്തിൽ വായിച്ചിട്ട് അത് ഈ ദ്രവ്യം സൂക്ഷിക്കുന്ന അറയിൽ കൊണ്ടുപോയി വെച്ചു. ഒരു ശൈല്യമായി, തടസ്സമായി. ദൈവാലയത്തിൽ വരുന്നവർക്ക് ഈ ചുരുള് ഒരു തടസ്സമാണെന്ന് കണ്ട് അവരത് അറയ്ക്കകത്ത് കൊണ്ടുപോയി അവിടെ എവിടെയോ വെച്ചു. സൂക്ഷിച്ചു വെച്ചതല്ല, അവിടെ എങ്ങാണ്ടോ കൊണ്ടുപോയി ചാരി വെച്ച് കാണും. അന്നത്തെ കാലത്ത് ദ്രവ്യം എന്ന് പറയുന്നത് നാണയങ്ങളും സ്വർണമൊക്കെ ആണല്ലോ. അങ്ങനെ ദേവാലയത്തിൽ പിരിഞ്ഞു കിട്ടിയ നാണയങ്ങൾ ആ അറയിൽ അവർ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നാണയങ്ങളും സ്വർണങ്ങളുമൊക്കെ വാരി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ പല വർഷങ്ങൾ കഴിഞ്ഞു. ആർക്കും ഇവിടെ ദൈവവചനത്തിന് ആവശ്യമില്ല. ദൈവാലയത്തിൻ്റെ അറ്റകുറ്റങ്ങൾ ആരും നോക്കുന്നില്ല. മാത്രമല്ല പല രാജാക്കന്മാരായിട്ട് ദൈവാലയത്തിന് പല വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഇവരെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ തുടരുകയാണ് പല വർഷങ്ങൾ. അപ്പോഴാണ് യോശിയാവ് രാജഭരണം ഏറ്റെടുക്കുന്നതും യോശിയാവ് നവീകരണകർത്താവായി രംഗത്ത് വരുന്നതും. അവൻ ജനങ്ങളെ ശുദ്ധീകരിച്ചു, അന്യദൈവ സേവക്കാരെയൊക്കെ അവൻ ശിക്ഷിച്ചു. അതെല്ലാം പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ അവൻ ദൈവാലയത്തിലേക്ക് തിരിഞ്ഞു. ദൈവാലയം അത് പുനർനിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അതിനുവേണ്ടി ധാരാളം പണം ആവശ്യമുണ്ട്. അപ്പോൾ യോശിയാവ് അതിനുവേണ്ടി ആ പണമെടുത്ത് ആലയം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി, കേടുപാട് തീർക്കേണ്ടതിന് വേണ്ടി നേതൃത്വം വഹിക്കുവാൻ യെരമ്യാവിൻ്റെ പിതാവായ ഹിൽക്കിയാ പുരോഹിതനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിഭക്തനായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. അങ്ങനെ ഹിൽക്കിയാ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ദൈവാലയത്തിലെ അറ തുറന്ന് ആ ദ്രവ്യങ്ങൾ എടുത്ത് ആലയം പുതുക്കി പണിയുകയും ചെലവിടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ദ്രവ്യമെടുത്ത് പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഒരു പുസ്തകം കണ്ടെത്തി. അതാണ് ഈ വായിച്ചത്. ആ പുസ്തകം കണ്ടെത്തിയപ്പോൾ, ദ്രവ്യം പുറത്തെടുത്തപ്പോൾ അറയിൽ ദ്രവ്യത്തിനിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകം കണ്ടുകിട്ടി. ഉടനെ അത് കണ്ടുകിട്ടിയ ആൾ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. ഹിൽക്കിയാവ് അത് രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് അത് വായിച്ചു കേട്ടു. രാജാവ് ദൈവത്തെ ഭയപ്പെട്ടു, വസ്ത്രം കീറി ദൈവജനത്തെ കൂട്ടിവരുത്തി ആ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമായി മാറും. അതുകൊണ്ട് ആ ഭാഗം നമ്മളിവിടെ നിർത്തുക. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത്, യോശിയാവിൻ്റെ ഭരണത്തിൻ്റെ 18-ാം ആണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. യെരമ്യാവ് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. യെരമ്യാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിലാണ് യെരമ്യാവ് ശുശ്രൂഷ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുന്നതിനും 5 വർഷം മുമ്പ് യെരമ്യാവ് വചനം കണ്ടെത്തി ഭക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു. ആശ്ചര്യകരമായി തോന്നുന്നില്ലേ? യെരമ്യാവിൻ്റെ വായിൽ ദൈവം തൻ്റെ വചനം നൽകിക്കൊണ്ടാണ് ശുശ്രൂഷയ്ക്കായിട്ട് അവനെ പറഞ്ഞയച്ചത്. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അന്വേഷിച്ച് കണ്ടെത്തി അത് അവൻ ആഹരിക്കുകയായിരുന്നു. അതവൻ്റെ ജീവൻ്റെ ബലമായി അവൻ കാത്തുകൊള്ളുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ആർക്കും വെറുതെ കിട്ടുകയില്ല. അതിന് അധ്വാനമുണ്ട്, അതിന് സമയം വേർതിരിക്കേണ്ടതുണ്ട്, അതിന് ചെലവുണ്ട്. വെറുതെ കിട്ടുന്നതല്ല ദൈവവചനം എന്ന് പറയുന്നത്. ഇപ്പോൾ എഴുതപ്പെട്ട ബൈബിൾ നമ്മുടെ എല്ലാം ഭവനത്തിലും കൈവശവും ഉണ്ടല്ലോ. എങ്കിൽ പോലും എന്തുകൊണ്ട് ആവും വിധത്തിൽ നമ്മളെ അത് സ്വാധീനിക്കുന്നില്ല? നമ്മുടെ കുടുംബത്തിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം വേണ്ട വിധത്തിൽ എന്തുകൊണ്ട് പ്രതിധ്വനിക്കുന്നില്ല? നമ്മുടെ ജീവിതത്തെ അതെന്തുകൊണ്ട് ബാധിക്കുന്നില്ല?
സ്പർശിക്കുന്നില്ല. അത് വെറുതെ ആർക്കും കിട്ടുന്നതല്ല. കണ്ടെത്തുവാൻ ആഗ്രഹമുണ്ടാകണം. അത് സമയം വേർതിരിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്ന് ആ ദൈവവചനത്തിൽ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ മനസ്സുണ്ടാകണം. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് ആത്മബലം ഉണ്ടാകുന്നത്. അവരാണ് ആത്മീയകരമായി മാറുന്നത്. അവരെയാണ് ദൈവത്തിന് ആവശ്യം. ഇവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ദൈവവചനവും ദ്രവ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് വചനം പറയുന്നത്. ഒരു പക്ഷേ വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ പുതിയ നിയമം ആ കാര്യം വളരെ വ്യക്തമാക്കി നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ പശ്ചാത്തലമൊക്കെ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ 13-ാം വാക്യത്തിൽ ദ്രവ്യത്തെയും ദൈവത്തെയും ഉദാഹരിച്ച് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ലൂക്കോസ് 16:13. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മമ്മോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അന്നത്തെ പശ്ചാത്തലത്തിൽ ദ്രവ്യത്തെ ഉദ്ദേശിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞതെന്ന് നമുക്കൊക്കെ അറിയാം. കർത്താവ് പറയാ, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കും, അല്ലെങ്കിൽ ദ്രവ്യത്തെ സേവിക്കും. നമുക്ക് സാധ്യമല്ലാത്ത കാര്യം, അസാധ്യമായ കാര്യം, ഒരേ സമയം 2 യജമാനന്മാർ നമുക്കുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഒരുവനെ പകയ്ക്കും, മറ്റവനോട് പറ്റിച്ചേരും. അനേകം വിശ്വാസികളുടെ ദുഃഖകാലത്ത് വചനത്തിൽ അവർ ആശ്വാസം കണ്ടെത്തിയിരുന്നു. വചനം അവർക്ക് ജീവനാഡിയായിരുന്നു. ദൈവവചനമില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലം കേരളക്കരയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു, വല്യപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും അറിവുമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വചനത്തോടുള്ള ആർത്തി അടങ്ങാത്തതായിട്ട് അവരെ ഭരിച്ചിരുന്നു. കാലങ്ങൾ മാറി, സുഖകാലം വന്നു. ദുഃഖകാലം പോയി, സുഖകാലം വന്നു. ദരിദ്രകാലം മാറി, സമ്പന്നമായ കാലം വന്നു. ഇപ്പോൾ സ്ഥിതി മാറി. ശരിയായ ഒരു ബന്ധം വചനവുമായിട്ടില്ലാതായി. ധനം വഞ്ചിക്കുന്നതാണ് എന്ന് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നാം സൂക്ഷിച്ചില്ലെങ്കിൽ പണം നമ്മളെ ചതിച്ചു കളയും, വഞ്ചിച്ചു കളയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം പൗലോസ് ശ്ലീഹ വിശദമാക്കിയിട്ടുണ്ട്. ഗലാത്യർ 6:6-7 വാക്യങ്ങൾ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അവിടെ മറ്റൊരു പശ്ചാത്തലത്തിലാണ് അത് എഴുതുന്നതെങ്കിലും നമ്മൾ തൽക്കാലം അവിടുന്ന് ഒരു ഭാഗം അടർത്തിയെടുക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ധനം വഞ്ചിച്ച പലരെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. വഞ്ചനപ്പെടാതിരിപ്പിൻ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ആ തത്വം പിൻപറ്റാതെ പോയാൽ നാം വഞ്ചനയിൽ അകപ്പെട്ട് ദുഃഖിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നൽകുന്നത്. നമ്മൾ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ വിശദമാക്കാൻ പോകുകയല്ല, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ ഇതൊരു വാക്ക് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. ധനം വഞ്ചിച്ച, പണം പിടിച്ചുകൊണ്ടുപോയ എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ. ആഖാനെ നമുക്ക് പരിചയമില്ലേ? യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുമ്പോൾ സൈന്യത്തിൽ മിടുക്കനായ ഒരുവൻ, സമർത്ഥനായ ഒരുവൻ, യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരുവൻ, പക്ഷേ ധനം ആ മനുഷ്യനെ ചതിച്ചു. അതുപോലെ ബലയാം എന്ന് പറയുന്ന പ്രവാചകനെ നമുക്ക് പരിചയമില്ലേ? അദ്ദേഹം പണത്തിൻ്റെ ഖനം നോക്കി ദൈവജനത്തെ ശപിക്കാൻ പോയതും കഴുത ഉപദേശിച്ചതുമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഉപദേശം തന്നെ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ബലയാമിൻ്റെ ഉപദേശം എന്ന് പുതിയ നിയമം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ദ്രവ്യത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് ദുരുപദേശം പ്രസ്താവിക്കുന്നതിൽ ബലയാം മിടുക്കനായി മാറി. പണം അവനെ ചതിച്ചതാ. അതുപോലെയാണല്ലോ ഗേഹസിയുടെ കാര്യം. നമുക്ക് ഗേഹസിയെ അറിയാം. വാസ്തവത്തിൽ ഏലിയാവിന് ശേഷം എലീശായ്ക്ക് ശേഷം ഗേഹസി. അങ്ങനെയാണ് ആ പ്രവാചക പരമ്പര അറിയപ്പെടേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറഞ്ഞുകൂടാ, ഗേഹസിയുടെ പണക്കൊതി അവനെ ഒരു കുഷ്ഠരോഗിയാക്കി മാറ്റി. ആ മനുഷ്യൻ ഏതുമില്ലാത്ത ഒരുത്തനായിട്ട് മാറേണ്ടി വന്നു. ഇതെല്ലാം പണം ചതിച്ച ആളുകളാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, വാഴ്ത്തപ്പെട്ട കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ ഇസ്കരിയോത്ത യൂദാസ്, നമുക്കറിയാം അദ്ദേഹത്തെ. ദ്രോഹിയായി തീർന്ന
യൂദയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കൂടെ 3.5 വർഷം ഉണ്ടുറങ്ങി നടന്നിട്ട് പ്രസംഗം കേട്ടിട്ട് അനേകർ മാനസാന്തരപ്പെടുന്നത് കണ്ടിട്ട് ആ മനുഷ്യൻ്റെ ദ്രവ്യാശ പോയില്ല. 30 വെള്ളിക്കാശിന് നമ്മുടെ കർത്താവിനെ ആ മനുഷ്യന് ഒറ്റുകൊടുത്തു. എന്തുണ്ട് വാസ്തവത്തിൽ 30 വെള്ളിക്കാശ്? 300 കാശിൻ്റെ തൈലം കർത്താവിൻ്റെ പാവനമായ പാദത്തിൽ ഒഴിച്ചുകൊണ്ടാണ് മറിയ എന്ന സഹോദരി തൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. ആ സ്ഥാനത്താണ് കർത്താവിന് 30 വെള്ളിക്കാശ് മുഴുവൻ നിശ്ചയിച്ച് യൂദാ ഒറ്റുകൊടുത്തത്. ധനത്തിൻ്റെ വഞ്ചന എത്ര വലുതാണെന്ന് മനസ്സിലായോ? പൗലോസിനോട് ശുശ്രൂഷയിൽ വളരെ സഹകരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദേമാസ്. ഒടുവിൽ പൗലോസ് ദുഃഖത്തോടെ എഴുതി, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. പണം ദേമാസിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതായി ശരി. 1-ാം നൂറ്റാണ്ടിലെ സഭ ആരംഭിച്ച കാലത്ത് തങ്ങൾക്കുള്ള വസ്തുവകയിൽ ഭൂരിപക്ഷം വിറ്റ് പത്രോസ് അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചവരല്ലേ അനന്യാസും സഫീറയും. പക്ഷേ പണം അവരെ ചതിച്ചു. 2 പേരുടെയും ശവം ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യേണ്ടി വന്നില്ലേ? ഇതെല്ലാം എന്താ നമ്മളെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ തരുന്നത്? നമ്മളെ എന്താ പേടിപ്പിച്ച് കളയുന്നത്? പ്രിയപ്പെട്ടവരെ, പണത്തോട് ഇടപെടുന്നത് വളരെ കരുതി വേണം, വളരെ സൂക്ഷിച്ചു വേണം. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണം നമ്മളെ അടിമുടി ചതിച്ച് കളയും. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കേണ്ടി വരുന്നു. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം ഒരു വലിയ മുന്നറിയിപ്പ് ആ ഭാഗത്ത് തന്നിട്ടുണ്ട്. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് ഒരുപോലെ ബാധകമാണ്. പണം കൂടാതെ നമുക്ക് ജീവിക്കാൻ ലോകത്താവുകയില്ല. നമുക്കത് മനസ്സിലാവും. പക്ഷേ അതല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണം ഉപയോഗിക്കുന്നതും പണം നമ്മളെ വഞ്ചിക്കുന്നതും 2 കാര്യങ്ങളാണ്. എന്താ 6:10 തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോൾ ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ മതി, വേറെ ഒരു ദോഷവും വേണ്ട ഒരു വിശ്വാസിക്ക്. സകലവിധ ദോഷവും അവനിൽ കുടികൊണ്ടുകൊള്ളും. ദ്രവ്യമല്ല തെറ്റ്, ദ്രവ്യാഗ്രഹമാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എത്രയോ സംഭവങ്ങൾ ആനുകാലികമായിട്ട് പറയാനുണ്ട്. ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതരികയാണ്. കാര്യങ്ങൾ അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യാൻ പരിജ്ഞാനമുള്ളവരാണല്ലോ നമ്മൾ. ദ്രവ്യനിമിത്തം എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിലുണ്ടാകുന്നത്. എത്ര കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് കണ്ണുനീർ കുടിക്കുന്നത്. പണം ചതിച്ചതല്ലേ. കർത്താവ് വരുന്നു, ഇത് മുഴുവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകും, ആകാശം ചുട്ടഴിയും. എന്തെല്ലാം വാക്യങ്ങളാണ് നമ്മൾ കാണാതെ പറയുന്നത്. പക്ഷേ പണത്തിൻ്റെ കാര്യം പറയുമ്പം ഈ വാക്യങ്ങൾക്കൊക്കെ വല്ലോ വിലയുമുണ്ടോ? നമ്മൾ പറയാറില്ലേ, കർത്താവ് ഇന്ന് വന്നാൽ, യേശുക്രിസ്തു എന്ന് വന്നാൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നു പോകും. ശരിയാ, നമ്മൾ 2 സ്തോത്രവും പറയും ആ കൂട്ടത്തിൽ, അതും നല്ലതാ. പക്ഷേ വിഷയം തീർന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ജീവിതം കണ്ടാലറിയാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ഭാഗം വായിക്കുന്നില്ല. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. യേശുക്രിസ്തു വീണ്ടും വരും എന്ന് പ്രത്യാശയുള്ളവൻ, യേശുക്രിസ്തുവിനെ ഞാൻ കാണും, അവൻ ഇരിക്കുന്നത് പോലെ തന്നെ എന്ന് വിശ്വസിച്ച് പ്രത്യാശയോടെ കഴിയുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം കണ്ടാലറിയാം. യേശുക്രിസ്തു വിശുദ്ധനായി നിർമ്മലനായി ജീവിക്കുന്നത് പോലെ ആയിരിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ നിർമ്മലീകരിക്കും. യേശുവിനെ പോലെ ദൈവം നിലയിൽ വിശുദ്ധനാകുന്നു എന്ന അർത്ഥത്തിലല്ലല്ലോ. പകരം അനുദിന ജീവിതത്തിൽ തന്നെ നിർമ്മലീകരിക്കുവാൻ സാധിക്കും. അതിനുതകുന്നതാണ് കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ. പക്ഷേ പണത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ വിശ്വാസവും പ്രത്യാശയും ഒക്കെ കൈവിട്ട് കളഞ്ഞ ഹതഭാഗ്യരായ എത്രയോ ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മൾ ദുഃഖത്തോടെ ഓർക്കാം. നിങ്ങളിൽ മിക്ക പേർക്കും പരിചയമുള്ള ഒരു പേരാണ് റോക്ക്ഫെല്ലർ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കോടീശ്വരനായിരുന്നല്ലോ കഴിഞ്ഞ കാലത്ത്. അദ്ദേഹത്തിൻ്റെ 53-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതമുണ്ടായി. അദ്ദേഹം കിടപ്പിലായി.
ഡോക്ടർമാർ പലരും വന്ന് അദ്ദേഹത്തെ മാറി മാറി പരിശോധിച്ചു, ചികിത്സിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം വരുന്നില്ല. റോക്ക്ഫെല്ലർ ആകെ ദുഃഖത്തിലായി, നിരാശയിലായി, എഴുന്നേക്കാൻ പറ്റാതെ കഴിയുന്നു. ബുദ്ധിമാനായ ഡോക്ടർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം റോക്ക്ഫെല്ലറോട് പറഞ്ഞു, സാർ, അങ്ങയുടെ ഹൃദയത്തിൽ സമ്പത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങ് ഇത്രയും ദുഃഖിച്ചിരിക്കുന്നത്. അതിനൊരു പരിഹാരം വന്നെങ്കിൽ മാത്രമേ ഈ രോഗത്തിന് ശമനമുണ്ടാകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോക്ക്ഫെല്ലർ ആ വാക്ക് അംഗീകരിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വലിയ കോടീശ്വരനായിരുന്ന ആ മനുഷ്യൻ തൻ്റെ സമ്പത്തിൽ ബഹുഭൂരിപക്ഷവും സാധുക്കളായവർക്ക് വിതരണം ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനമുണ്ടായി എന്ന് മാത്രമല്ല, 35 വർഷം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹം ആരംഭിച്ചതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന. ഇന്നും ലോകത്ത് അതറിയപ്പെടുന്നു. അനേകരെ, ആയിരക്കണക്കിന് സാധുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പണത്തിന് എന്തുമാത്രം സ്വാധീനം മനുഷ്യനിൽ ചെലുത്താൻ കഴിയുമെന്നല്ലേ ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്. പണം നമുക്ക് വേണം, ജീവിക്കണം, അധ്വാനിക്കണം. അതൊന്നും നമ്മൾ മാറ്റിവെക്കാൻ ഒക്കെയില്ല. പക്ഷേ അത് വേറൊരു കാര്യമാണ്. ആരോ പറഞ്ഞതുപോലെ പണത്തെ നമുക്ക് കൊണ്ടു നടക്കാം, പക്ഷേ പണം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. യിരെമ്യാവിൻ്റെ കാലത്ത് ദ്രവ്യത്തിനടിയിൽ വചനം മറഞ്ഞു കിടന്നതുകൊണ്ട് ദീർഘിച്ച പതിറ്റാണ്ടുകൾ ദൈവജനത്തിന് വചനമില്ലാതായി. അതിൻ്റെ ദോഷങ്ങളാണ് യഹൂദൻ്റെ മധ്യത്തിൽ ആ കാലത്ത് സംഭവിച്ചത്. അപ്പോൾ ദ്രവ്യത്തിന് മനുഷ്യൻ്റെ മേൽ എത്ര സ്വാധീനമുണ്ട്, പണത്തിന് എത്ര സ്വാധീനിക്കാൻ കഴിയും എന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനും ശിഷ്യനായ പത്രോസിനും നികുതി അടയ്ക്കുവാൻ, കരമടയ്ക്കുവാൻ കാശില്ലാതെ വന്നു. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ലേ, നീ കടലിൽ പോയി ചൂണ്ടലിടുക, അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രഹ്മയുണ്ടാകും, 4 ദ്രഹ്മയുണ്ടാകും. അത് കൊണ്ടുവന്ന് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കാം. അങ്ങനെ തന്നെ പത്രോസ് ചെയ്തു. പക്ഷേ ആ സംഭവത്തിൽ എനിക്ക് ദുഃഖകരമായിട്ടോ രസകരമായിട്ടോ തോന്നിയത്, ആ മത്സ്യം അന്ന് ചാകേണ്ട ഒരു കാര്യവുമില്ല. അതിൻ്റെ ആയുസ് അറ്റുപോയതല്ല, ആയുസ് എത്തി മരിച്ചതല്ല, ചത്തതല്ല. പകരം അത് ദ്രഹ്മയും വായിലിട്ടുകൊണ്ട് നടക്കുകയാണ്. മത്സ്യം ആഹാരം കഴിക്കുന്ന ദ്രഹ്മയല്ലല്ലോ. അത് ഈ 4 ദ്രഹ്മയും വായിലിട്ടുകൊണ്ട് നടക്കേണ്ട വല്ലോ കാര്യവുമുണ്ടോ? ആരെങ്കിലും കടലിൽ കുളിക്കാൻ വന്നപ്പോഴോ മത്സ്യം പിടിക്കാൻ വന്നപ്പോഴോ അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയതായിരിക്കും. ഈ മത്സ്യം ഈ ദ്രഹ്മയും വായിലിട്ടുകൊണ്ട് നടക്കുക, അതതിനെ മരണത്തിലേക്ക് കൊണ്ടുപോയി. മത്സ്യത്തിന് വിവേകമില്ല, നമുക്കതറിയാം. നമുക്ക് ബോധമുണ്ടല്ലോ, വിവേചനശേഷിയുണ്ടല്ലോ. നമ്മുടെ ആത്മീക മരണത്തിനോ ആത്മീക പരാജയത്തിനോ പണം കാരണമായി തീരുന്നെങ്കിൽ ആരാണ് അതിൻ്റെ കാരണക്കാരൻ? ഇതിനെല്ലാം നമുക്ക് ഗുണപാഠം പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തോട് യിരെമ്യാവിനുണ്ടായ ബന്ധം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇതിൻ്റെ അനന്തര കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചിന്തിക്കും. എന്നാൽ ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരണം. കർത്താവിൻ്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് ഒന്ന് വിലയിരുത്തുവാൻ കഴിയണം, തെറ്റ് തിരുത്തുവാൻ കഴിയണം. സമയമില്ലെന്ന് പറഞ്ഞ് ആരും ഒഴികഴിവ് പറയരുത്. ദൈവം അത് അംഗീകരിക്കുകയില്ല. സമയമുണ്ട്, സമയം നമുക്ക് കിട്ടുകയില്ല, നമ്മളെ സമയം എടുക്കുകയാണ്. നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവിൻ്റെ വചനം വായിക്കുന്നതിൽ, ധ്യാനിക്കുന്നതിൽ, ദൈവവചനം പാലിക്കുന്നതിൽ വന്നുപോയ കുറവുകൾ കർത്താവെ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പുതിയ തീരുമാനമെടുക്കാം. കർത്താവെ, നിൻ്റെ വചനത്തിന് അർഹിക്കുന്ന ഗൗരവം ഞാൻ കൊടുക്കും. നിൻ്റെ വചനത്തെ ആവോളം ഞാൻ ആസ്വദിച്ച് ജീവിക്കും. നിൻ്റെ വചനത്താലുള്ള ആത്മശക്തിയെ അനുഭവിച്ച് പാപത്തെ എതിർത്ത് ഞാൻ ഈ ലോകത്ത് ജീവിക്കും. എൻ്റെ കുടുംബത്തിൽ നിൻ്റെ വചനത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടായിരിക്കും എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് നമുക്ക് ജീവിതം തുടരുവാൻ ഈ ദിവസത്തെ ചിന്തയും സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവർക്കും അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.